SFI നേതാവ് ശ്രീ ടോണി കുര്യാക്കോസ് കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ശ്രീ ടോണി, താങ്കൾ തത്സമയം ചർച്ചയുടെ ഭാഗമാകാം എന്ന് ഏറ്റിരുന്നതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അത് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു പൊതുവികാരം എന്നത് സർക്കാർ വേണ്ടത്ര ഗൃഹപാഠം നടത്താതെ വരുത്തിയ ഒരു മാറ്റം, ഈ 5:3:2 എന്നതുപോലും എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നതിന് കൃത്യമായൊരു മറുപടി പോലും ഉണ്ടാകില്ല സർക്കാരിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും സർക്കാരിൻ്റെ വാദങ്ങൾ നിലനിൽക്കില്ല എന്നതാണോ സാഹചര്യം, ടോണി? ഈ ചർച്ചയ്ക്കകത്ത് ആദ്യം മുതൽ പങ്കെടുക്കുന്നതിൻ്റെ അതൊരു പരിമിതി നേരിട്ടിരുന്നത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. സാങ്കേതികമായ ഒരു തടസ്സവും മുസ്ലിം മീറ്റിംഗിന്റെ അത് കയറുന്നതിട്ടുണ്ടായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കീം ഫലം റദ്ദുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ SFI നമ്മുടെ നിലപാട് സൂചിപ്പിച്ച് പോയതാണ്. അതായത് ഈ കീം ഫലം റദ്ദ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശങ്ക, എന്താകും തങ്ങളുടെ പ്രവേശനം എന്നുള്ള ഒരു വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ആശങ്ക പരിഹരിക്കണമെന്നോ അടിയന്തരമായി ഇതിന്റെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. SFIയുടെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ SFI മുമ്പോട്ട് വെച്ച നിലപാട് ഇത് തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ പുതിയ സ്കീമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സമീകരണ ഇതിൽ നിന്ന് മാറ്റി ഏകീകരിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന പുതിയ മാനദണ്ഡ പ്രകാരം മുഴുവൻ വിദ്യാർത്ഥികൾക്കും, അത് ഏത് സിലബസ് എന്നില്ലാതെ സ്റ്റേറ്റ് സിലബസോ കേരള സിലബസോ അല്ലെങ്കിൽ CBSE സിലബസോ എന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുല്യ നീതി ലഭ്യമാക്കുന്ന നിലയിൽ പുതിയ മാനദണ്ഡം തന്നെയാണ് സ്വീകരിക്കേണ്ടതും എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഞാൻ സംസാരിക്കാം. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ഉത്തരവിന്റെ പുറത്താണ് നിലവിൽ ഇത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രോസ്പെക്ടസിൽ ഈ പരീക്ഷാ ഫലത്തിന് തൊട്ടു മുമ്പെയാണോ മാറ്റം വരുത്തേണ്ടത് എന്നുള്ള പരാമർശങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സാങ്കേതിക തടസ്സം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഇത് റദ്ദ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഈ സ്കീം തന്നെയാണ് മുന്നോട്ട് വെക്കേണ്ടതെന്നും മുഴുവൻ കുട്ടികൾക്കും CBSE എന്നോ കേരള സ്റ്റേറ്റ് എന്നോ സിലബസുകളുടെ വ്യത്യാസമില്ലാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠിക്കുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമുക്ക് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇപ്പോൾ തൊട്ടും ഞാൻ കയറിയ സമയത്ത് കേട്ട ചർച്ചയുടെ ഒരു ഇതായിരുന്നു, ഇത് ഇത്രയും നാളായിട്ട് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം ജസ്റ്റ് കേട്ടുപോയതേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പരാതി ഉന്നയിക്കപ്പെട്ടു വന്നത്. കഴിഞ്ഞ തവണ ഇതിന്റെ അകത്ത് ഉന്നത വിജയം, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച വിദ്യാർത്ഥി, ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി, അയാൾക്ക് 27 മാർക്കിന് മുകളിൽ കുറയുന്ന സാഹചര്യം ഉണ്ടായി. അയാൾ റാങ്കിൽ പിന്നോട്ട് തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു വിദ്യാർത്ഥി മാത്രമല്ല, നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ കഴിഞ്ഞ തവണ വല്ലാത്ത നിലയിലുള്ള ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അത് ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ SFI അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അകത്തൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളൊരു ആശയം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. അത് പക്ഷേ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ മാത്രമല്ല എന്നുള്ളത് സത്യമാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ ഈ മാർക്ക് വ്യതിയാനം കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു തുല്യത ലഭിക്കാത്ത സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണയാണ് ഈ ഏറ്റവും അവസാനത്തെ ഇതിന്റെ അകത്ത് റിസൾട്ടുമായി ബന്ധപ്പെട്ടാണ് വലിയൊരു പ്രശ്നം ഏറ്റവും ഒടുവിൽ രൂപപ്പെടുകയും. ശരി, അപ്പോഴും ടോണി, താങ്കൾ ഈ പറയുന്നത് അനുസരിച്ച് 1 വർഷത്തെ സമയപരിധി ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ 1 വർഷം കാലതാമസം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നില്ലേ? അതെ, ഇതിന്റെ അകത്ത് ഇപ്പോ നമ്മൾ കോടതിയിലടക്കം എനിക്ക് തോന്നുന്നു സർക്കാർ അടക്കം സൂചിപ്പിച്ചൊന്ന് ഇതിന്റെ പ്രോസ്പെക്ടസിലടക്കം ഇതിന്റെ അകത്ത് മാറ്റം വരുത്താൻ ഇത് സമയത്തും സാധിക്കും, സർക്കാർ സംവിധാനത്തിന് സാധിക്കുമെന്നുള്ള പ്രോസ്പെക്ടസ് മാറ്റം വരുത്തുന്നതിന് മറ്റു തടസ്സമൊന്നുമില്ല എന്ന് കണ്ടിട്ടാവണം സർക്കാർ ഈ ഒരു ഘട്ടത്തിലേക്ക്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യം പ്രസക്തമല്ലേ? 1 മണിക്കൂർ മുമ്പാണോ മാറ്റം വരുത്താൻ സാധിക്കുന്നത്? അതും നീതികേടല്ലേ മറ്റു കുട്ടികളോട്? കാരണം ഇവിടെ അമൃത് കുമാർ സാർ വളരെ കൃത്യമായി പറഞ്ഞു, ഈ എൻട്രൻസ് ഒക്കെ എഴുതുന്ന കുട്ടികൾ വളരെ ഫോക്കസ്ഡ് ആണ്. ആ കുട്ടികൾക്ക് ഏത് ഫോർമുല പ്രകാരമാണ് ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നത് എന്നതറിയാം. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുക. ഇവരൊക്കെ ആ നിമിഷമല്ലല്ലോ ഈ തീരുമാനമെടുക്കുന്നത്. ഇവരൊക്കെ ഒരു ഹൈസ്കൂൾ പഠനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ ആഗ്രഹം ഉണ്ടാകുമല്ലോ. അതെ, കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ചൂണ്ടിക്കാണിച്ചതും ഇതേ കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതികമായിട്ടുള്ള ഈ തടസ്സം, ഇത് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ നേരത്തെ സാധിക്കുകയില്ലായിരുന്നോ എന്നുള്ള ചോദ്യം തന്നെയാണ് കോടതിയെ ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. SFI നിലപാട് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കുറച്ച് മുമ്പാണ് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രി ഇത് മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അകത്തർക്കം പറഞ്ഞിട്ടില്ല. വകുപ്പ് മന്ത്രി പറഞ്ഞത് എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നാണ്. അതിലാർക്കും വിയോജിപ്പില്ലെന്നേ. പക്ഷേ ഈ നീതി ഉറപ്പാക്കുമ്പോൾ പോലും അതിനുണ്ടാക്കുന്ന മാനദണ്ഡം, അല്ലെങ്കിൽ 5:3:2 എന്ന മാനദണ്ഡം എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, എന്തു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇത്
ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ കണക്ക് രേഖകളിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നതിന്റെ അകത്ത് എനിക്ക് വലിയ സംശയമുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായിട്ടുള്ള അല്ല, അതിലൊരു പഠനം നടത്തിയ ശേഷമാണ് ഇതിലേക്ക് പോയത് എന്നാണോ താങ്കൾ പറയുന്നത്? അതെ, അത് തീർച്ചയായിട്ടും അതെ. കാരണം അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റീനെ രൂപീകരിക്കുകയും അവർ വിശദമായത് പഠിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തതിന്റെ അതുള്ള കാലതാമസം തന്നെയാണ് ഇത് കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് റദ്ദ് ചെയ്യാനുണ്ടായ കാരണമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് SFIക്ക് സൂചിപ്പിക്കാനുള്ള നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികളെ ബാധിക്കാതെ അവരുടെ ഭാവിയെ ആശങ്കയിലാഴ്ത്താതെ മുന്നോട്ട് പോകണം അടിയന്തരമായി. അല്ല, അത് എന്തായാലും ഇനിയിപ്പോ മുന്നോട്ട് പോകും. ഇന്ന് തന്നെ പറ്റിയാൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അവിടെ ശ്രീ ഷാജർ ഖാൻ, താങ്കൾ